മെറ്റ് പി എസ് സി ഓൺലൈൻ സ്റ്റഡി സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 കേരള വാട്ടർ അതോറിറ്റിയിലെ കേരള പി എസ് സി മെയ് മാസം 15-ാം തീയതി നടത്താൻ പ്ലാൻ ചെയ്തിരിക്കുന്ന എക്സാമിൻ്റെ സിലബസിനെ കുറിച്ചാണ്. ഇത് സിവിൽ മെക്കാനിക്കൽ കോമ്പിനേഷനായിട്ട് നടക്കുന്ന ഒരു എക്സാമാണ്. ഇതിൻ്റെ കൂടെ തന്നെ ട്രേസർ എക്സാമിൻ്റെ 244/2018 ആ ഒരു എക്സാമും കൂടെ നടക്കുന്നുണ്ട്. ഇതിന് രണ്ടിനും കോമൺ ആയിട്ടുള്ള ഒരു സിലബസ് ആയിട്ടായിരിക്കും എക്സാം വരുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസോ കാര്യങ്ങളോ കേരള പി എസ് സി ഇതുവരെ സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഇത് മുൻകാലങ്ങളിൽ നടന്നിട്ടുള്ള സെയിം പോസ്റ്റിലേക്കുള്ള ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2ലേക്കുള്ള എക്സാമിൻ്റെ സിലബസാണ്. അപ്പോൾ നമുക്ക് സിലബസ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ 3 പാർട്ടാക്കിയിട്ടാണ് ഇതിനെ കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്, കൂടാതെ അതിൽ തന്നെ വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസ്. പാർട്ട് 2 ആയിട്ട് ബേസിക് സിവിൽ എഞ്ചിനീയറിങ് ആൻഡ് ജിയോമെട്രിക്കൽ ഡ്രോയിങ് ആൻഡ് എഞ്ചിനീയറിങ് ഗ്രാഫിക്സ് വരുന്നുണ്ട്. പാർട്ട് 3 ആയിട്ട് ബേസിക് കമ്പ്യൂട്ടർ സയൻസ്. ഇത്രയാണ് 3 പാർട്ടാക്കിയിട്ട് സിലബസിനെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലെ ഡീറ്റെയിലിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൽ IC എൻജിൻസ്, ഇൻറ്റേർണൽ കമ്പഷൻ എൻജിൻസ്, അതിൽ പെട്രോൾ എൻജിൻ, ഡീസൽ എൻജിൻ. ഡീറ്റെയിലിൽ പോവുകയാണെങ്കിൽ അതിൽ 4 സ്ട്രോക്ക് 2 സ്ട്രോക്ക് അങ്ങനെയുള്ള ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ വരുന്നത് പൈപ്പ് ഫിറ്റിങ്സുകളാണ്. അപ്പോൾ അതിൽ പൈപ്പിംഗ് മെറ്റീരിയൽസ് ഏതൊക്കെയാണ്, പൈപ്പിംഗ് ത്രെഡ്സ് ഏതൊക്കെയാണ്, അതിൻ്റെ സ്പെസിഫിക്കേഷൻ എങ്ങനെയൊക്കെയാണ്, ജോയിൻറ്റ്സ് എങ്ങനെയൊക്കെയാണ്, ആ കാര്യങ്ങളൊക്കെയാണ് പൈപ്പ് ഫിറ്റിങ്സിൽ വരുന്നത്. പിന്നെ പമ്പിനെ കുറിച്ച്, അപ്പോൾ പമ്പ് ഏതൊക്കെ ടൈപ്പ് ഉണ്ട് എന്നുള്ളത്, റെസിപ്രോക്കേറ്റിംഗ് പമ്പ് അതിൻ്റെ പ്രത്യേകതകൾ, സെൻട്രിഫ്യൂഗൽ പമ്പ് അതിൻ്റെ പ്രത്യേകതകൾ, ആപ്ലിക്കേഷൻസ്, ആ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യണം. പിന്നെ വരുന്നത് ബെയറിങ്സ് ആണ്. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് ബെയറിംഗ് ഉണ്ട്, അതിൻ്റെ ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ആ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ ജോയിനിങ് ഫാസ്റ്റനേഴ്സ്, അപ്പോൾ നെട്ട്, ബോൾട്ട്, സ്ക്രൂസ്, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സെമി പെർമനൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടെമ്പററി ഫാസ്റ്റനേഴ്സ്, പിന്നെ വെൽഡിങ് പോലെയുള്ള പെർമനൻറ്റ് ഫാസ്റ്റനിങ് മെത്തേഡ്സ്. അപ്പോൾ അതൊക്കെ ഓർത്ത് വെക്കണം. അതിലുള്ള ടൈപ്പുകൾ, കാര്യങ്ങൾ, അതിൻ്റെയൊക്കെ പ്രത്യേകതകൾ നോട്ട് ചെയ്ത് വെക്കണം. അതൊക്കെ ചോദിക്കാം. നെക്സ്റ്റ് വരുന്നത് പവർ ട്രാൻസ്മിഷനാണ്. അപ്പോൾ അവിടെ ബെൽറ്റ്, ഗിയർ, ചെയിന്, പുള്ളി, ക്യാം അങ്ങനെയുള്ള എലമെൻറ്റ്സൊക്കെ ഉപയോഗിച്ചിട്ടുള്ള പവർ ട്രാൻസ്മിഷൻ, അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ്, പ്രത്യേകതകൾ, ഇക്വേഷൻസ്, ആ കാര്യങ്ങളൊക്കെ. പിന്നെ വരുന്നത് വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസ് ആണ്. അപ്പോൾ ഇത് അപ്ലൈഡ് മെക്കാനിക്സ് കുറച്ച് അതിലേക്ക് വരുന്നുണ്ട്, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൻ്റെ പോർഷൻസ്. പിന്നെ എൻജിനീയറിംഗ് മെക്കാനിക്സ് വരുന്നുണ്ട്. പിന്നെ ബേസിക്കായിട്ട് കുറച്ച് ഏരിയ, വോളിയംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇവിടെ ഫിസിക്സ് ആണ് ബേസിക്കായിട്ട് ഈ ഒരു ഏരിയയിൽ കൂടുതലായിട്ടും വരുന്നത്. സിവിൽ എഞ്ചിനീയറിംഗ് ടോപ്പിക്കാണ് പാർട്ട് 2 വരുന്നത്. അപ്പോൾ സിവിൽ എഞ്ചിനീയറിങ്ങിൽ ബിൽഡിംഗ് മെറ്റീരിയൽസിനെ കുറിച്ച് പഠിച്ചു വെക്കണം. സ്റ്റോണ്, ബ്രിക്ക്, അതിൻ്റെയൊക്കെ പല ടൈപ്പുകൾ, ഓരോ ക്രോസ് സെക്ഷൻ വരുമ്പോൾ എങ്ങനെയൊക്കെ ഉണ്ട് ആ കാര്യങ്ങൾ, സിമെൻറ്റിൻ്റെ വിവിധ റേഷ്യോസ് കാര്യങ്ങൾ, പിന്നെ ലൈമ്, സാൻഡ്, കോൺക്രീറ്റിൻ്റെ പ്രത്യേകതകൾ നോക്കണം. ടിമ്പർ, അതിൻ്റെ ക്രോസ് സെക്ഷൻ ഡീറ്റെയിൽസ്, പെയിൻറ്റ്സ്, അതൊക്കെ ബിൽഡിംഗ് മെറ്റീരിയൽസിൽ വരുന്നു. ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആണെങ്കിൽ ഫൗണ്ടേഷൻ, അതിൽ വരുന്ന ബ്രിക്ക് മാസൺറി, സ്റ്റോൺ മാസൺറി, അവിടെ യൂസ് ചെയ്യുന്ന വിൻഡോസ് പല ടൈപ്പുകൾ, ഏതൊക്കെ കണ്ടീഷനിലാണ് അത് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ, അതേപോലെ ആർച്ച്, സ്റ്റെയർ, റൂഫ്, ആ കാര്യങ്ങളൊക്കെ ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ വരുന്നു. എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ്, അപ്പോൾ അതിൻ്റെ മെത്തേഡ്, കാര്യങ്ങൾ, എക്സ്പ്ലനേഷൻ വരുന്നു. പിന്നെ ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷൻ, അപ്പോൾ അവിടെ ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് അവിടേക്ക് വരുന്നത്. ഏതൊക്കെ ടൈപ്പ് ഫ്ലൂയിഡ് ഉണ്ട്, ടൈപ്പ് ഓഫ് പ്രഷറിങ് മെഷറിങ് ഇൻസ്ട്രുമെൻറ്റ്സ്, അവിടെ ബോർഡാൻസ് ട്യൂബ്, മാനോമീറ്റേഴ്സ്, ആ കാര്യങ്ങളൊക്കെ. പിന്നെ പാസ്കൽസ് ലോ, ബെർണോളിസ് ഇക്വേഷൻ, ആ കാര്യങ്ങളൊക്കെ വരും. പിന്നെ ഡ്രെയിനേജിൻ്റെയും റിസർവോയറിൻ്റെയും ഒക്കെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ. എൻ്റെ അതിൽ ലാസ്റ്റ് ടോപ്പിക്കായി സർവേയിങ്. അപ്പോൾ സർവേയിങ്ങിൽ ചെയിൻ സർവേയിങ്, കോമ്പസ് സർവേയിങ്, പ്ലെയിൻ ടേബിൾ സർവേയിങ്, ലെവലിങ്, അത്രയും കാര്യങ്ങൾ സർവേയിങ്ങിൽ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. പിന്നെ ജിയോമെട്രിക്കൽ ഡ്രോയിങ് ആൻഡ് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ്, അപ്പോൾ അവിടെ ആ ഒരു ജിയോമെട്രിക്കൽ സെക്ഷൻസും കൺസ്ട്രക്ഷൻസും വരയ്ക്കുന്ന ഡീറ്റെയിലിങ്, കൂടാതെ പ്രൊജക്ഷൻസ്,
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് ഗ്രാഫിക്സിലെ പ്രൊജക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പല ടൈപ്പ് പ്രൊജക്ഷൻസ്, അതിൻ്റെ ആംഗിൾസ്, പ്രത്യേകതകൾ, പിന്നെ കൂടാതെ സ്കെയിൽസിനെ പറ്റി നോക്കണം, ഡയമെൻഷൻ എങ്ങനെയൊക്കെ ചെയ്യുന്നു ആ കാര്യങ്ങളൊക്കെ, സോളിഡ് ഡെവലപ്മെൻറ്റ് ആ കാര്യങ്ങളൊക്കെ ഗ്രാഫിക്സിലെ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കും ഇതിൽ പറയുന്നുണ്ട്. അതിൽ ചോദിക്കുന്ന ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന കാര്യങ്ങൾ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒരു എക്സാമിന് ചോദിക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം കവർ ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ പാർട്ട് 3 വരുന്നത് ബേസിക് കമ്പ്യൂട്ടർ സയൻസ് ആണ്. അപ്പോൾ അതിൽ ഫണ്ടമെൻ്റൽസ് ഓഫ് കമ്പ്യൂട്ടറിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വരും, അതിൻ്റെ എലമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ. അതിനുശേഷം ഓട്ടോ കാഡ്, ഇൻട്രൊഡക്ഷൻ ടു കാഡ്, എലമെൻ്ററി വർക്കിംഗ് ഇൻ കാഡ്. അപ്പോൾ ഓട്ടോ കാഡിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ്, അതിൻ്റെ കോഡ്സ് കാര്യങ്ങൾ അതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട് ഈ ഡ്രാഫ്റ്റ് മാൻ എക്സാംസിനൊക്കെ. ഇത്രയാണ് ഇത് 2012 നോട്ടിഫിക്കേഷനിൽ നടന്ന ഒരു എക്സാമിൻ്റെയാണ്. അപ്പോൾ ഈ സിലബസ് തന്നെയായിരിക്കും ഓൾമോസ്റ്റ് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ കൂടാതെ ട്രേസറിൻ്റെ ഒരു സിലബസും കൂടി ഉണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഷോ ചെയ്യാം. സോ ഇത് സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ട്രേസർ എക്സാമിന് നടന്നിട്ടുള്ള ഒരു സിലബസാണ്. അതിൻ്റെ ഡീറ്റെയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഫ്ലൂയിഡ് മെക്കാനിക്സും ഹൈഡ്രോളിക് മെഷീൻസും വരുന്നുണ്ട്. അപ്പോൾ അതിലുള്ള ഡീറ്റെയിലിങ് നമ്മൾ നേരത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു, അതേ സംഭവം തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇവിടെ ഒന്നുകൂടി ഒന്ന് ഡീറ്റെയിലിംഗ് ആക്കി കൊടുത്തു എന്നേ ഉള്ളൂ. പിന്നെ ആ ഒരു ടോപ്പിക്കെല്ലാം വരുന്നുണ്ട്. ഇവിടെ നമ്മൾ FM എന്ന് പറയുന്ന ആ സബ്ജക്റ്റ് മൊത്തമായിട്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സിലബസിൽ. പിന്നെ ഹൈഡ്രോളിക് മെഷീൻസ് ആയിട്ടുള്ള പമ്പും ടർബൈൻസ് ആ കാര്യങ്ങളും കൂടി ഇതിൽ വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് എൻറ്റയർലി ആ ഒരു ഡിപ്ലോമ കോഴ്സിലുള്ള അതേപോലെ തന്നെ സിലബസ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ ഹൈഡ്രോ ഇലക്ട്രിക് ഇൻസ്റ്റാളേഷൻ എന്ന് പറയുന്ന സംഭവം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻജിനീയറിംഗ് മെറ്റീരിയൽസ് ആൻഡ് പ്രോപ്പർട്ടീസ്, അത് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയലുള്ള ആ പോർഷൻസ് മൊത്തം വരുന്നുണ്ട്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് കാര്യങ്ങൾ, പിന്നെ അതിനെ ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്, അപ്പോൾ മെറ്റീരിയൽ ടെസ്റ്റിംഗ് ആ ഡീറ്റെയിൽസ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇത്രയാണ് അതിൽ വരുന്നത്. പിന്നെ IC എൻജിൻസിൻ്റെ ഡീറ്റെയിൽസ്, എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾസ് എങ്ങനെയാണ്, കംപ്രസർ, മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. അപ്പോൾ ആ ഒരു തെർമൽ എൻജിനീയറിംഗ് എന്ന് പറയുന്ന ആ സബ്ജക്റ്റിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ബേസിക് ലെവലിൽ ഓവർസിയറിന് കോമൺ ആയിട്ട് ചോദിക്കുന്ന ആ പാറ്റേണിലുള്ള എല്ലാ കാര്യങ്ങളും ഇതിലേക്കും ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ മാനേജ്മെൻറ്റ് സബ്ജക്റ്റ് മാത്രമേ അവർ ആഡ് ചെയ്യാതിട്ടുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ഈ ഒരു സിലബസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ പാർട്ട് 2-ലാണെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ സിവിൽ എഞ്ചിനീയറിങ്ങിലും തൊട്ട് മുന്നേ പറഞ്ഞ പോലെ എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ കാണുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ സ്റ്റോൺ ഉണ്ട്, ബ്രിക്ക് ഉണ്ട്, ലൈം, സാൻഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ കൂടെ മെക്കാനിക്സ് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു പോർഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൻ്റെ കൂടുതൽ ഡീറ്റെയിലിംഗ് ആയിട്ട് ഇലാസ്റ്റിസിറ്റി, സ്റ്റിഫ്നെസ്, ടഫ്നെസ്, നേരത്തെ മുകളിൽ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി സ്ട്രെസ്സ് കാര്യങ്ങൾ, അതിൻ്റെ ഡീറ്റെയിലിംഗ് മൊത്തം ഇവിടെ വരുന്നുണ്ട്. പിന്നെ ബീം, കോളം, സ്ട്രട്സ്, അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറൽ ഡിസൈനിങ്ങിൽ വരുന്ന കാര്യങ്ങളൊക്കെ അത് വരുന്നുണ്ട്. റിവറ്റഡ് ആൻഡ് വെൽഡഡ് ജോയിൻറ്റ്സ് ആ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ കമ്പ്യൂട്ടറാണ് മൂന്നാമത്തെ പോർഷനിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളും, ലാംഗ്വേജസ് ഏതൊക്കെയാണ്, ടൈപ്സ് ഓഫ് മെമ്മറി, പ്രൈമറി യൂണിറ്റ്, സെക്കൻഡറി യൂണിറ്റ്സ് ആ കാര്യങ്ങളൊക്കെ, അങ്ങനെയുള്ള ഡീറ്റെയിലിങ്. പിന്നെ CAD ഡീറ്റെയിലിങ്ങും അതിൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ട്രേസർ എന്ന് പറയുന്ന സിലബസിൽ വരുന്നത്. ഈ ഒരു സിലബസ് നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. ഈ ഒരു കാറ്റഗറി കോഡ് നിങ്ങൾ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ട്രേസർ
എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിലബസ് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പറഞ്ഞതാണ് കേരള വാട്ടർ അതോറിറ്റിയുടെ സിലബസ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സിലബസിൻ്റെ കുറച്ചുകൂടി ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോമാണ് ഇവിടെ നമുക്ക് കാണുന്നത്. അപ്പം കോമൺലി എല്ലാ ഓവർസിയറിനും ഒരു പർട്ടിക്കുലർ വൈഡായിട്ടുള്ളൊരു സിലബസ് ഉണ്ട്. അതിൽ ചില പോസ്റ്റ് വരുന്ന സമയത്ത് അവർ സിലബസ് ഒന്ന് ഷോർട്ടാക്കുന്നതെന്നേ ഉള്ളൂ. അപ്പോൾ അവർ തന്നെ PSC തന്നെ പറയാറുണ്ട് സിലബസ് അവർ പബ്ലിഷ് ചെയ്തതിൽ നിന്നും എക്സ്ട്രാ കാര്യങ്ങളും വരാമെന്നുള്ളത് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു എക്സാമിന് പ്രിപ്പയർ ആകുമ്പോൾ മാക്സിമം ഡാറ്റാസ് കവർ ചെയ്യുന്ന രീതിയിൽ പ്രിപ്പയർ ആയിരിക്കണം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.